Hi friends, welcome back to our channel LK Family Vlogs. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ബെൽ ബട്ടണും കൂടെ അമർത്തണം. അപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി, ഇന്ന് ഇച്ചിരി മൈസൂർ പാക്ക് കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞപ്പം അവൾ പറഞ്ഞു എന്നാൽ അവൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവളുടെ കൈപുണ്യം എന്താണെന്ന് നോക്കാം. ഉണ്ടാക്കും, നല്ലതാക്കോ? അപ്പോൾ നമുക്ക് നോക്കാം അവളുടെ കുക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ വാ കാണാം നമുക്ക്. അപ്പോൾ നമുക്കിനി മൈസൂർ പാക്കിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മൈസൂർ പാക്കിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ്. അത് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു തരും. 1/2 കപ്പ് കടലമാവിൻ്റെ പൊടി, 3/4 കപ്പ് നെയ്യ്, ഈ 1/2 കപ്പിന് 1/2 കപ്പ് തന്നെ പഞ്ചസാര, സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ്, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഈ പഞ്ചസാര ഉരുക്കാനുള്ള വെള്ളം. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ നെയ്യ് വേറൊരു പാത്രത്തിലേക്ക് ഇടാം. മൊത്തം ഒഴിക്കണം, കട്ടി കാണും. ഈ കട്ട കെട്ടി ഇടുന്നത് കൊണ്ട് നമ്മളിതിനെ ഉരുക്കാൻ വേണ്ടിയാണ് വേറൊരു പാത്രത്തിലേക്ക് നമ്മളിതിനെ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതും ഒഴിക്കുക. ഇനി നമ്മൾ ഈ 2 ചേരുവകളും കൂടെ നമ്മൾ ഗ്യാസിൽ വെച്ച് ഒന്ന് നന്നായിട്ട്, ചെറിയ ചെറിയ കട്ടകൾ കാണും, ഇത് ഫുൾ മെൽറ്റായിട്ടിരിക്കണം. അതുകൊണ്ട് ഇതൊന്ന് മെൽറ്റാക്കാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ട് ഇത് അടുപ്പത്ത് വെച്ച് ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ മെൽറ്റാക്കാൻ വെച്ച നമ്മുടെ സൺഫ്ലവർ ഓയിലിൻ്റെയും നെയ്യുടെയും നന്നായിട്ട് നമുക്ക് മെൽറ്റായി കിട്ടി. അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടി നമുക്ക് വെച്ച് കൊടുക്കാം. അത് നമ്മൾ ഈ മെൽറ്റ് ചെയ്ത് വെച്ച നെയ്യിന്ന് 2 സ്പൂൺ, അപ്പോൾ ഈ ഒരു തവി 2 സ്പൂൺ അളവാണ് വേണ്ടത്. 2 സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിക്കുക. ആർക്കും ഒരു ഡൗട്ട് വരണ്ട, ഞാൻ സ്പൂൺ എടുക്കാത്തതുകൊണ്ട് ആ വലിയ സ്പൂണിന്, നമ്മുടെ ടേബിൾ സ്പൂണിന് 2-2.5 സ്പൂണോ നമുക്ക് ഈ നെയ്യ് ഇതിൽ ഒഴിക്കാം. എന്നിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കടലമാവ്, ഈ കടലമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തീ കുറച്ച് വെച്ച് സിമ്മാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇത് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെയ്യിൽ ഇത് മൊത്തം മിക്സ് ആവണം. നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. തീ സിമ്മിലേ ഇടാവുള്ളൂ. തെറ്റായി പോയി, തീ സിമ്മിലേ ഇടാവുള്ളൂ തീയ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ നെയ്യിലിടയ്ക്ക് നമ്മുടെ ഇതിൻ്റെ അടിയിൽ പിടിച്ച് ഇത് ചിലപ്പം നശിച്ചു പോകും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മൈസൂർ പാവിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നന്നാക്കി ചെയ്യുന്നുണ്ടെന്ന് തോന്നണു. സ്മെല്ലൊക്കെ വരുന്നുണ്ട്, കടലമാവിൻ്റെയും നെയ്യും കൂടെ ഉള്ളതിൻ്റെ സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം നന്നായിട്ട് നമ്മുടെ നെയ്യിൽ നന്നായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറി. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് വറുത്തെടുത്തതില്ലേ, നമ്മളിത് ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു അരിപ്പയിലേക്ക് തട്ടിക്കൊടുക്കുക. പറ്റത്തില്ലല്ലോ, ഗൈസ്, എന്റെ ആഗ്രഹം കുളമാക്കി ഗൈസ്. തോന്നുന്നു. എന്തായാലും വിട്ടുകൊടുക്കാതെ നമുക്കിനി അടുത്ത എന്തെങ്കിലും വഴിയുണ്ടോ? മൊത്തം നശിപ്പിച്ചോളൂ. എന്റെ പൊന്നാരെക്കുട്ടി നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അവരോട് പുറത്തു പോയി കഴിക്കാന്ന്. ഇനി നമുക്ക് ഇത് സത്യത്തിൽ പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇച്ചിരിയും കൂടെ ഒന്ന് നെയ്യ് ഒരു ഇച്ചിരിയും കൂടെ കുറഞ്ഞാലും കുഴപ്പമില്ല, നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത്
ചെറിയ ചെറിയ കട്ടകളായിപ്പോയി. അപ്പം നമുക്ക് ആ അരിപ്പയിലിട്ട് അരിക്കാൻ പറ്റൂല. അതിപ്പോൾ കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ മൂത്ത് പോയതിൻ്റെ ഇച്ചിരി പാളിച്ചകളൊക്കെ ഉണ്ടാകുമല്ലോ. ഞാൻ വലിയ ഷെഫൊന്നുമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മധുരത്തിന് ബാക്കിയെല്ലാം നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ ഇതാ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടുള്ള പോരായ്മകളുണ്ട്, ക്ഷമിക്കണേ. പിന്നെ എൻ്റെ ആഗ്രഹത്തിന് എന്ത് ചെയ്യും ഞാൻ? ഇതിപ്പോ എന്തെല്ലാം ആഗ്രഹത്തിന് കഴിക്കാം. അങ്ങനെ എന്റെ പണി പാളിയ എന്റെ മൈസൂർ പാക്കിന്റെ പാത്രങ്ങളെല്ലാം ചേട്ടൻ കഴുകി വെക്കുക. അങ്ങനെ പണി പാളിയ മൈസൂർ പാക്ക് സെറ്റ് ആകാൻ വേണ്ടി ഒരു ബൗളില് ഒഴിച്ചു വെച്ചിരിക്കുക. ഇതിന്റെ അവസാനം ഇനി കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, മൈസൂർ പാക്ക് കാണിക്കാഞ്ഞതെന്ന് വെച്ചാൽ, ബാക്കി ഉണ്ടാക്കുന്നത് കാണിക്കാന്ന് വെച്ചാൽ അത് പാളിപ്പോയി ഗൈസ്. അതൊരു എന്താ പറയുക, അത് ശരിയായല്ലോ ഉണ്ടാക്കിയത്. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്കത് പ്രോപ്പറായിട്ടത് പഠിച്ച് സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതെന്താ അത് ചീത്തയാവാനുള്ള കാരണം? ഞാനിത് ഒരാളുടെ നോക്കി ചെയ്യാൻ പഠിച്ചിട്ടാണ് ചെയ്തത്. ഇത് ഫസ്റ്റ് ടൈം ആയി സ്വീറ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ചേട്ടൻ്റെ ആഗ്രഹപ്രകാരം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. എന്തായാലും എൻ്റെ ആഗ്രഹം കുളവാക്കി കളഞ്ഞു ആള്. അപ്പം വേറെ സ്വീറ്റ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം വേറെ നല്ല കുക്കാണ് കേട്ടോ. നോക്കാം നമുക്ക്. ഇനി അത് ആദ്യത്തെ വീഡിയോ ആകുമ്പോൾ കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങളുടെ നിന്ന്. പിന്നെ വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എടുക്കുന്നത് കൊണ്ട് നമുക്ക് നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറയാനൊക്കെ ഒരു മടിയും ചമ്മലും ഒക്കെ ഉണ്ട്. ഇതെങ്ങനെയാ നിങ്ങളൊക്കെ ഇത് കണ്ടിട്ട് എടുക്കുന്ന, എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ എന്തായാലും ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇനിയുള്ള വീഡിയോകളിൽ അത് ശരിയാക്കുന്നതാണ്. നമ്മളിപ്പോൾ ഒരു മൊബൈൽ ക്യാം വെച്ചാണ് ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് വഴിയെ പരിഹരിക്കാം. അപ്പം എല്ലാവർക്കും നമസ്കാരം. പറഞ്ഞ പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ നിൽക്കുക. ബൈ. താങ്ക് യു.